ചില്ലു അവന്റെ വീട്ടിലുള്ള മാവിന്മേൽ കയറി മാങ്ങകളൊക്കെ പറിക്കുകയായിരുന്നു. ഇന്നാ അമ്മേ, പിടിച്ചോളൂ. ഇതിനെ പിടിച്ചോണേ. മതി ചില്ലു, താഴെ ഇറങ്ങ്. കുറച്ച് സമയം കൂടെ നിൽക്കൂ അമ്മേ, ഞാൻ ഈ പഴമെല്ലാം പറിക്കട്ടെ. ചില്ലു അങ്ങനെ ഒരുപാട് മാമ്പഴങ്ങൾ പറിച്ചു. അതിനുശേഷം താഴോട്ടേക്ക് ഇറങ്ങി. എന്നിട്ട് ചില്ലു അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആ മാമ്പഴങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. നല്ല മധുരമുള്ള മാമ്പഴം കഴിച്ച് ചില്ലു ഒരുപാട് സന്തോഷിച്ചിരുന്നു. ചില്ലു, നീ ഒരാള് മാത്രം ഈ മാങ്ങ എല്ലാം കഴിക്കാൻ പോവാണോ? ഇല്ല അമ്മേ, ഇതിനകത്ത് ഒരുപാട് മാങ്ങയുണ്ട്. കുറച്ച് നിങ്ങളും കൂടെ കഴിക്ക്. ചില്ലുവിന്റെ അമ്മയും മാമ്പഴങ്ങൾ കഴിക്കുവാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു നേരം കൊണ്ട് രണ്ടുപേരുടെയും വയറ് നല്ലപോലെ നിറഞ്ഞു. ആ മതി മതി, ഇതിൽ കൂടുതൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. ആ, എനിക്കും പറ്റില്ല. അല്ല അമ്മേ, ഈ മാങ്ങ വെച്ച് എന്താ ചെയ്യാൻ പോകുന്നേ? എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ അച്ഛനും ഇവിടെ ഇല്ലല്ലോ. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മാങ്ങ എല്ലാം മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് കാശുണ്ടാക്കിയേനെ. അതിന് അച്ഛൻ ഇവിടെ ഇരിക്കണമെന്നൊന്നും ഇല്ലല്ലോ അമ്മേ. ഞാൻ തന്നെ കൊണ്ടുപോയി ഇത് വിറ്റ് കാശാക്കാം. നീ ഒരു കുഞ്ഞു ചെറുക്കനല്ലേ, നീ എങ്ങനാ ഇത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നത്? അത് മാത്രമല്ല, കാട്ടിനകത്ത് കള്ളന്മാരും കാണും. അമ്മേ, ഞാൻ എല്ലാ കള്ളന്മാരുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടാം. ശരി അമ്മേ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞാൻ ഈ പഴമെല്ലാം വിറ്റ് കാശാക്കാം. വികൃതിക്കാരനായ ചില്ലു ആ മാമ്പഴങ്ങളൊക്കെ എടുത്തുകൊണ്ട് മാർക്കറ്റിലേക്ക് പോയി. പക്ഷേ അവന്റെ അമ്മ പറഞ്ഞതുപോലെ തന്നെ കാട്ടിൽ രണ്ട് കള്ളന്മാർ നിപ്പുണ്ടായിരുന്നു. കിടന്നോളൂ കള്ളരാജാവേ, കിടന്നോളൂ, കിടന്ന് റെസ്റ്റ് എടുക്കൂ. നീ എന്നെ ഓർഡർ ചെയ്യുന്നു, അത്രയ്ക്ക് ധൈര്യമോ നിനക്ക്? അതല്ല പ്രഭു, ഞാൻ അങ്ങയുടെ നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞത്. എന്റെ നല്ലതിന് വേണ്ടിയോ? നിനക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ടാണോ? ഗുരുവേ, അങ്ങോട്ട് നോക്കൂ, നിങ്ങൾക്ക് നല്ലൊരു ഇരയാണ് കിട്ടിയിരിക്കുന്നത്. ചില്ലു അങ്ങോട്ട് വരുന്നത് കണ്ടപ്പോ മോട്ടു രാമുവും ഗട്ടുവും എഴുന്നേറ്റ് നിന്നു. ഈശ്വര, ഞാനിപ്പോ എന്താ ചെയ്യാ? എന്റെ ഭാര്യയും പിള്ളേരും ഒരാഴ്ചയായിട്ട് ഒരു സാധനം കഴിക്കാതെ വിശപ്പോടെ ഇരിക്കുകയാണ്. ഞാനിപ്പോ എന്താ ചെയ്യാ? അയ്യോ എന്റെ ഗുരുവേ, നിങ്ങളൊന്ന് കരയാതിരിക്കൂ. ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. തീർച്ചയായും അതിനൊരാൾ വരും. ഞാൻ നിങ്ങളെ എങ്ങനെയെങ്കിലും സഹായിക്കണോ? നീ ഞങ്ങൾക്ക് കുറച്ച് മാമ്പഴം തരുവോ? കഴിക്കുവാൻ തരുവോ? പറ. ചില്ലു വളരെ ബുദ്ധിമാനാണ്. അവൻ ആലോചിക്കുവാൻ തുടങ്ങി. അങ്കിൾ, ഞാൻ നിങ്ങളെ ശരിക്കും ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നിങ്ങൾക്ക് ശരിക്കും ഒരു സ്വർണ്ണ നാണയം തരാമെന്നാ വിചാരിച്ചത്. ആ, ശരിക്കും നിന്റെ അടുത്ത് സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ നിങ്ങൾക്ക് സ്വർണ്ണ നാണയം വാങ്ങിത്തരാം. അതെങ്ങനെ? ഞാൻ ഈ മാങ്ങ എല്ലാം മാർക്കറ്റിൽ വിൽക്കാൻ കൊണ്ടുപോവാണ്. അവിടെ ഇതിനെ വിറ്റാൽ സ്വർണ്ണ നാണയമാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് തരാം. മാമ്പഴത്തിന് പകരം നിനക്കാരാണ് സ്വർണ്ണ നാണയങ്ങൾ തരിക? എന്റെ കൂടെ വരൂ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ നിങ്ങള് ഈ മാങ്ങയുടെ കൊട്ട തലേ വെച്ചിട്ട് എന്റെ കൂടെ മാർക്കറ്റ് വരെ ഒന്ന് വരണം. കാരണം ഞാൻ ഒരു കുഞ്ഞു ചെറുക്കനല്ലേ. ഇത്രയും ഭാരമുള്ള കൊട്ട എനിക്ക് ചുമക്കാൻ പറ്റില്ലല്ലോ. ഈ കൊട്ട നിങ്ങൾ കൊണ്ടുവന്ന ആ സ്വർണ്ണ നാണയമെല്ലാം നിങ്ങൾക്ക് തന്നെ. എടാ ഗട്ടു, ആ കൊട്ട എടുത്ത് നിന്റെ തലയിലോട്ട് വെക്കടാ. അതെ ഗുരു, ഞാൻ എന്തിനാ കൊട്ടയെടുത്ത് തലയിൽ വെക്കുന്നത്? സ്വർണ്ണ നാണയങ്ങൾ നിങ്ങൾക്കല്ലേ കിട്ടാൻ പോകുന്നത്. നീ എന്നോട് എതിർത്ത് സംസാരിക്കുന്നു? നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ? വിട്ടേക്കു ഗുരു, വിട്ടേക്കു, ഞാൻ എടുത്തോളാം. അങ്ങനെ ഗട്ടുവും കൊട്ടയും എടുത്ത് നടക്കാൻ തുടങ്ങി. ആ 3 പേരും മാർക്കറ്റിലേക്ക് നടന്നു. മാർക്കറ്റിലെത്തിയ ഉടൻ ആ 3 പേരും ഒരു സ്ഥലത്ത് ചെന്നിരുന്നു. മാമ്പഴം, മാമ്പഴം, സ്വർണ്ണ മാമ്പഴം, സ്വർണ്ണ മാമ്പഴം. വാ അമ്മേ വാ. ഇതിന് നിങ്ങൾ എത്ര വില കൊടുത്താലും അത് വളരെ കുറവാണ്. സ്വർണ്ണ മാമ്പഴം, സ്വർണ്ണ മാമ്പഴം, മാമ്പഴം വാങ്ങിച്ചോളൂ. ചില്ലുവിന്റെ ശബ്ദം കേട്ട ഒരു ബ്രാഹ്മണൻ, വരൂ ബ്രാഹ്മണരെ വരൂ, ഈ അതിശയ മാമ്പഴം ഒന്ന് വാങ്ങിക്കൂ. അങ്ങനെ എന്ത് അതിശയമാണ് ഈ മാമ്പഴത്തിലുള്ളത്? ഇത് സാധാരണ മാമ്പഴമല്ലേ കുട്ടി?
നീ ഇത് മുഴുവനും എനിക്ക് ദാനമായിട്ടാണ് തരേണ്ടത് കുട്ടി. സ്വാമി, ഇതെനിക്ക് ദാനം തരാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഇത് നിങ്ങൾക്ക് ദാനമായിട്ട് തന്നെ തന്നേനെ. പക്ഷേ ഈ അതിശയ മാമ്പഴത്തിനകത്ത് ഒരു രഹസ്യമുണ്ട്. ഈ മാമ്പഴത്തിന്റെ മരം ഒരു ദിവസത്തിൽ തന്നെ വലുതായി. അത് മാത്രമല്ല, ഈ മാമ്പഴമെല്ലാം ആ മാവേ തന്നെയാണ് കായ്ച്ചത്. നിങ്ങൾക്ക് ഇനിയൊരു കാര്യം അറിയാമോ? 2 ആഴ്ച മുമ്പെയാണ് ഞാൻ ഈ മാമ്പഴമെല്ലാം പറിച്ചെടുത്തത്. പക്ഷേ അത് ഇതുവരെ കേടായില്ല. കണ്ടില്ലേ? ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാ, നിങ്ങൾ മഹാരാജാവിനെ ഈ പഴങ്ങളെല്ലാം കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. പക്ഷേ ഞാൻ ഒരു കൊച്ചു കുട്ടിയല്ലേ, മഹാരാജാവിന്റെ അടുത്തേക്ക് എനിക്ക് എങ്ങനെയാ ഇതെല്ലാം കൊണ്ടുപോകാൻ പറ്റുക? അതുകൊണ്ടാണ് ഇതിനെ വിൽക്കുന്നത്. ഇപ്പോഴീ മാമ്പഴങ്ങളൊക്കെ ഞാൻ ഇവന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ട് മഹാരാജാവിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്താൽ വളരെ നന്നായിട്ടുണ്ടാവും. എത്രയാ ഈ മാമ്പഴത്തിന്റെ ഒക്കെ വില? ഈ മൊത്തം മാമ്പഴത്തിന്റെ വില 30 സ്വർണ്ണ നാണയങ്ങൾ. ഇത് കുറച്ച് കൂടുതലാണെന്നാണല്ലോ തോന്നുന്നത്. എന്നാലും രാജാവ് തരുന്നത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവ് തന്നെയാണ്. ശരി, എന്നാൽ ഇന്ന് വാങ്ങിച്ചോളൂ. മോട്ടുരാമുവും ഗട്ടുവും ചില്ലുവിന്റെ ബുദ്ധിസാമർഥ്യം കണ്ട് ഒരുപാട് ആശ്ചര്യപ്പെട്ടു. അതിനുശേഷം 3 പേരും ചേർന്ന് ആ സ്വർണ്ണ നാണയങ്ങൾ പങ്കിട്ടെടുത്തു. 10 നിനക്ക്, 10 എനിക്ക്, 10 നിനക്ക്. ഇല്ല ഇല്ല ഇല്ല, നിങ്ങൾ 2 പേര് തമ്മിൽ ഏറ്റവും കൂടുതൽ ബലശാലി ആരാ നോക്കിയതാ. ആ സ്വർണ്ണ നാണയം അവർക്കാ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തന്നേര്. ഗുരു, ഞാൻ നിങ്ങളെക്കാളും ബലശാലിയാണ്, അറിയോ? ആണോ? എന്നാ വാങ്ങിച്ചോളൂ. അങ്ങനെ അവര് 2 പേരും ചേർന്ന് ഭയങ്കര യുദ്ധം തുടങ്ങി. ബുദ്ധിയുള്ള ചില്ലുവോ സ്വർണ്ണ നാണയങ്ങളും കൊണ്ട് അവന്റെ പാട്ടിന് പോയി. কোনো জঙ্গলে 2টো গাছ ছিল। একটা আম গাছ আর অন্যটা ছিল অশ্বত্থ গাছ। আম গাছটা তার স্বভাবের মতোই মিষ্টি আর নরম স্বভাবের ছিল। অন্যদিকে অশ্বত্থ নিজের স্বভাবের মতোই রাগী, অহংকারী আর খিটখিটে ছিল। একদিন ওই জঙ্গলে একটা রানী মৌমাছি তার দলবল নিয়ে থাকতে এলো। অশ্বত্থ গাছকে দেখে রানী খুশি হয়ে তার সঙ্গী সাথীদের বলল, এই গাছটা অনেক বড় আর ঘন। আমরা এই গাছের সাথে ওর ডালে চাক বানানোর কথা বলি। হো গাছ দাদা, আমি আমার সঙ্গীদের সাথে চাক বানানোর জায়গা খুঁজছি। আমরা কি আপনার ডালের ওপর আমাদের চাক বানাতে পারি? না, কেউ আমার উপর রাজত্ব করুক বা আমার উপর ঘর বাঁধুক, এটা আমার পছন্দ না। তুমি তোমার ঠিকানা অন্য কোথাও খোঁজো, যাও এখান থেকে। অশ্বত্থ গাছের এই ব্যবহারে রানী মৌমাছি উদাস হয়ে গেল। তখন আম গাছ রানী মৌমাছিকে নিজের কাছে ডাকলো আর বলল, রানী মৌমাছি, তুমি তোমার সাথীদের নিয়ে এইখানে এসো আর আমার ডালে চাক বাঁধো। তোমাদের কাজে লাগলে আমি খুব খুশি হব। ধন্যবাদ আম ভাই, আপনার স্বভাব আপনার ফলের মতোই মিষ্টি। এইভাবে রানী মৌমাছি আম গাছে চাক বানিয়ে থাকতে শুরু করলো। একদিন জঙ্গলে 2টো কাঠুরিয়া কাঠ কাটতে এলো। দুজনেই আমের গাছকে দেখে খুবই খুশি হলো আর বলতে শুরু করলো, আরে গাছটা তো ভীষণ বড়। এর কাঠ যদি কেটে আমরা বিক্রি করি তাহলে আমরা দ্বিগুণ টাকা পাবো। তা তো ঠিকই, চলো এটাকেই কেটে ফেলি। দুজন কাঠুরিয়া গাছ কাটার জন্য গাছের কাছে এলো। তো ওরা ওখানে মৌমাছিদের চাক দেখতে পেল। আরে এই গাছে তো মৌমাছিদের চাক রয়েছে। যদি আমরা এই গাছের কাছেও যাই তাহলে মৌমাছিরা আমাদের কামড়াবে। ওই দেখো, সামনে আরো বড় একটা গাছ, যেটা এই গাছের চেয়েও বেশি ঘন। চলো আমরা ওটাকেই কাটি। হ্যাঁ হ্যাঁ চলো। দুজন কাঠুরিয়া মৌমাছিদের ভয়ে অশ্বত্থ গাছ কাটতে শুরু করলো। এই গাছ তো ভীষণই মোটা, এর দামও আমরা অনেক বেশি পাবো। হ্যাঁ, আর এতে কোনো মৌমাছিও তো নেই। নাও, এবার এটাকে আমরা তাড়াতাড়ি কেটে ফেলি। রানী মৌমাছি, একটু এদিকে এসো। আমার মনে হয় অশ্বত্থর আমাদের প্রয়োজন আছে, না হলে কাঠুরিয়ারা ওকে কেটে ফেলবে। হ্যাঁ ভাই, তুমি ঠিক বলছো। আরে এই মৌমাছিগুলো এদিকে কি করে এলো? আরে বাঁচাও, আরে এখান থেকে পালাও।
রানী মৌমাছি, আমি তোমায় থাকার জায়গা দিইনি, কিন্তু তুমি তাও আমায় সাহায্য করলে। আমি কি করে তোমাকে ধন্যবাদ জানাবো? ধন্যবাদ আমাদের নয়, আম গাছকে করো। আম গাছই তোমাকে সাহায্য করার জন্য আমাদের বলেছিল। অশ্বত্থ গাছ আম গাছকে ধন্যবাদ জানায়। সেই জন্যই তো বলে, কেউ যদি তোমার সঙ্গে খারাপ করে তার মানে এই নয় যে তুমিও তার সাথে খারাপ করবে। ദേവ്ഗഡ് എന്ന ഗ്രാമത്തിൽ ഒരു സേട്ടു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് പാടങ്ങൾ ഉണ്ടായിരുന്നു. ആ പാടങ്ങളിലൊക്കെ ഒരുപാട് പേർ ജോലി ചെയ്യുന്നുമുണ്ടായിരുന്നു. സേട്ടുവിന് ലോകത്തിൽ വെച്ച് അവൻ്റെ അമ്മയാണ് ഒരുപാട് ഇഷ്ടം. സേട്ടുവിൻ്റെ അമ്മയാകട്ടെ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. സേട്ടുവിൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതാവുകയും ചെയ്തു. അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാതെയായി. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ അമ്മ മരിച്ചു. സേട്ടു വിഷമിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരവും വല്ലാതെയായി. സേട്ടുവിൻ്റെ അമ്മ മരിച്ചതിന് ശേഷം സേട്ടുവിന് ഒരു കാര്യം ഓർമ്മ വന്നു. അമ്മ മരിക്കുന്നതിന് ഒരു ദിവസം മുൻപ് ആ അമ്മ സേട്ടുവിനോട് എനിക്കൊരു മാമ്പഴം കഴിക്കണമെന്ന് പറഞ്ഞു. അയ്യോ എൻ്റെ ഈശ്വര, എൻ്റെ കയ്യിൽ ഇത്രയും പണമുണ്ടായിട്ടും പേരുണ്ടായിട്ടും എന്താണ് പ്രയോജനം? എൻ്റെ അമ്മ ആശിച്ച് ഒരുപാട് കൊതിച്ച് എന്നോട് ചോദിച്ച ഒരു മാമ്പഴം എനിക്ക് അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ എന്തൊരു മകനാണ്. ഈ ഒരു കാര്യം സേട്ടുവിൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോഴായിരുന്നു 2 ബ്രാഹ്മണർ സേട്ടുവിൻ്റെ വീട്ടിലേക്ക് കയറി വന്നത്. സേട്ടുവിൻ്റെ അമ്മയുടെ അന്തിമ കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടിയായിരുന്നു അവരങ്ങോട്ട് വന്നത്. നിങ്ങൾക്കെൻ്റെ നമസ്കാരം. എൻ്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കുവാൻ പറ്റിയില്ല. അവർക്ക് മാമ്പഴം കഴിക്കണമെന്നുണ്ടായിരുന്നു. അയ്യോ, ഇത് വളരെ വലിയ തെറ്റായി പോയല്ലോ. ഇനി എങ്ങനെയാ നിങ്ങളുടെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടുക? ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പറഞ്ഞു തരൂ. എൻ്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ ബ്രാഹ്മണന്റെ മനസ്സിൽ ഒരുപാട് അത്യാഗ്രഹം ഉദിച്ചു. ഇതിന് വഴിയൊക്കെയുണ്ട്. പക്ഷേ എന്നൊന്നും വലിച്ചു നീട്ടണ്ട കേട്ടോ. എന്താണെങ്കിലും എന്നോട് തുറന്ന് പറയൂ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നോട് പറയൂ. എൻ്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ ബ്രാഹ്മണർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. നിങ്ങൾ 2 സ്വർണ്ണമാമ്പഴം ഉണ്ടാക്കി അത് 2 ബ്രാഹ്മണർക്ക് ദാനമായി കൊടുക്കണം. എങ്കിലേ നിങ്ങളുടെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടുകയുള്ളൂ. സേട്ടു പെട്ടെന്ന് ആലോചിക്കുവാൻ തുടങ്ങി. സ്വർണ്ണമാമ്പഴമോ? എൻ്റെ പക്കൽ ഇത്രയും പണമുണ്ടായിട്ട് പോലും എൻ്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടിയില്ലെന്ന് പറയുമ്പം എനിക്ക് ഒരുപാട് ദുഃഖം തോന്നുന്നു. ശരി, നിങ്ങൾ 2 പേരും നാളെ ഇങ്ങോട്ട് വരൂ. എൻ്റെ അമ്മയുടെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ആ സ്വർണ്ണമാമ്പഴങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയിക്കോളൂ. അങ്ങനെ ആവട്ടെ സേട്ടെ എന്നും പറഞ്ഞ് അവർ 2 പേരും അവിടെ നിന്ന് പോവുകയും ചെയ്തു. അവർ 2 പേരും പിറ്റേ ദിവസം തിരിച്ചു വരികയും ചെയ്തു. സേട്ടുവിൻ്റെ വീട്ടിലാകട്ടെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ വെങ്കടസ്വാമിയും ഉണ്ടായിരുന്നു. വന്നാട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വർണ്ണ മാമ്പഴങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സന്തോഷം സേട്ടു. എങ്കിൽ ഞങ്ങൾ ചെന്ന് കർമ്മങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങട്ടെ. 2 ബ്രാഹ്മണരും ചേർന്ന് അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം അവർ 2 പേരും സേട്ടുവിൻ്റെ അടുത്ത് ചെന്ന് അവർക്കുണ്ടാക്കി വെച്ച സ്വർണ്ണ മാമ്പഴം സേട്ടുവിൻ്റെ പക്കൽ നിന്നും മേടിച്ചു ദാനമായിട്ട്. ഇത് കണ്ട് വെങ്കടസ്വാമിയോ ആശ്ചര്യപ്പെടുകയും ചെയ്തു. വന്നവരൊക്കെ തിരിച്ചു പോയതിനു ശേഷം സേട്ടുവിൻ്റെ അടുത്തേക്ക് ആ വെങ്കടസ്വാമി പോയി. സേട്ടെ, നിങ്ങൾ ആ സ്വർണ്ണ മാമ്പഴം ആ ബ്രാഹ്മണർക്ക് ദാനമായി കൊടുത്തില്ലേ? അതെനിക്ക് ഒട്ടും മനസ്സിലായില്ല കേട്ടോ. എൻ്റെ അമ്മ അവസാനമായിട്ട് എന്നോട് മാമ്പഴം കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതെനിക്ക് സാധിച്ചു കൊടുക്കുവാൻ പറ്റിയിട്ടില്ല. അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടുവാൻ വേണ്ടിയാണ് ഈ ബ്രാഹ്മണർ പറഞ്ഞതുപോലെ 2 സ്വർണ്ണ മാമ്പഴങ്ങൾ ഉണ്ടാക്കി ദാനമായി അവർക്ക് കൊടുത്തത്. ഇതായിരുന്നു കാരണം. വെങ്കടസ്വാമിക്ക് അപ്പോഴാണ് ആ ബ്രാഹ്മണരുടെ കള്ളക്കളി മനസ്സിലായത്. ആ ബ്രാഹ്മണരെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് വെങ്കടസ്വാമി വിചാരിച്ചു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആ ബ്രാഹ്മണരെ വിളിപ്പിക്കുകയും ചെയ്തു. വന്നാട്ടെ,
ഇവരാണ് എന്റെ അമ്മ. 6 മാസം മുൻപാണ് എന്റെ അമ്മ മരിച്ചുപോയത്. പക്ഷേ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം സാധിക്കാതെ തന്നെ അവര് മരിച്ചുപോയി. എന്തായിരുന്നു നിങ്ങളുടെ അമ്മയുടെ ആഗ്രഹം? ആദ്യം നിങ്ങൾ എന്നോടൊരു കാര്യം പറയൂ. ആ സേട്ടുവിന്റെ അമ്മയ്ക്ക് മാമ്പഴം കഴിക്കുവാനുള്ള അവസാനത്തെ ആഗ്രഹം സാധിക്കാത്തത് കൊണ്ട് സ്വർണ്ണ മാമ്പഴം ദാനമായിട്ട് തരുവാൻ പറഞ്ഞ് നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് സ്വർണ്ണ മാമ്പഴം വാങ്ങിച്ചുകൊണ്ട് പോയില്ലേ? അപ്പോഴാ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടിയോ ഇല്ലയോ? അതാദ്യം പറയൂ. അതുപോലെ തന്നെ എന്റെ അമ്മയുടെ ആത്മാവിനും ശാന്തി കിട്ടുമോ? ആ, തീർച്ചയായിട്ടും. നിങ്ങളുടെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം എന്തായിരുന്നു? എന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം ഒരു മുട്ടൻ വടി കൊണ്ട് എന്റെ അമ്മയുടെ തലക്കിട്ട് ഞാൻ അടിക്കണമെന്നായിരുന്നു. ഉടൻ തന്നെ വെങ്കടസ്വാമി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മുട്ടൻ വടി എടുക്കുകയും ചെയ്തു. വന്ന ആ 2 ബ്രാഹ്മണരും ഇത് കണ്ട ഉടൻ പേടിച്ചുപോയി. എന്നിട്ട് ഓടുവാനും തുടങ്ങി. വെങ്കടസ്വാമി ആകട്ടെ ആ ബ്രാഹ്മണരുടെ പുറകെ തന്നെ ഓടുകയും ചെയ്തു. അവരങ്ങനെ ഓടി 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 സേട്ടുവിന്റെ വീട്ടിനടുത്തെത്തി. ആ ബ്രാഹ്മണർ 2 പേരും സേട്ടുവിന്റെ കാൽ കീഴിൽ ചെന്ന് വീണു. സേട്ടു, ഞങ്ങളോട് ക്ഷമിക്കൂ. ക്ഷമിക്കൂ സേട്ടെ, ക്ഷമിക്കൂ. ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി. ഞങ്ങൾ കാശിന് കൊതിച്ച് നിങ്ങളോട് സ്വർണ്ണ മാമ്പഴം വേണമെന്ന് പറഞ്ഞതായിരുന്നു. ഞങ്ങളോട് ക്ഷമിക്കൂ. ഞങ്ങൾ ഒരിക്കലും കാശിന് ആഗ്രഹിച്ച് ഇതുപോലെയുള്ള തെറ്റൊന്നും ഇനി ചെയ്യില്ല. ആ ബ്രാഹ്മണർ സേട്ടുവിനോട് ക്ഷമ ചോദിക്കുന്നത് കണ്ടപ്പോൾ ആ വെങ്കടസ്വാമിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം മറ്റൊന്നുമല്ല, അത്യാഗ്രഹികളായ ആ ബ്രാഹ്മണർ മാപ്പ് ചോദിച്ചതുകൊണ്ട്. ഈ കഥയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരിക്കലും അന്ധവിശ്വാസികളായി മാറാൻ പാടില്ല എന്നതാണ്. ഇല്ലെങ്കിൽ ഈ ബ്രാഹ്മണർ ആ സേട്ടുവിനെ എങ്ങനെ പറ്റിച്ചോ അതുപോലെ തന്നെ നമ്മളെയും ആരെങ്കിലും പറ്റിക്കും. ചില്ലു അവന്റെ വീട്ടിലുള്ള മാവിന്മേൽ കയറി മാങ്ങകളൊക്കെ പറിക്കുകയായിരുന്നു. ഇന്നാ അമ്മേ, പിടിച്ചോളൂ. ഇതിനെയും പിടിച്ചോണേ. മതി ചില്ലു, താഴെ ഇറങ്ങ്. കുറച്ച് സമയം കൂടെ നിൽക്കൂ അമ്മേ, ഞാൻ ഈ പഴമെല്ലാം പറിക്കട്ടെ. ചില്ലു അങ്ങനെ ഒരുപാട് മാമ്പഴങ്ങൾ പറിച്ചു. അതിനുശേഷം താഴോട്ടേക്ക് ഇറങ്ങി. എന്നിട്ട് ചില്ലു അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആ മാമ്പഴങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. നല്ല മധുരമുള്ള മാമ്പഴം കഴിച്ച് ചില്ലു ഒരുപാട് സന്തോഷിച്ചിരുന്നു. ചില്ലു, നീ ഒരാള് മാത്രം ഈ മാങ്ങ എല്ലാം കഴിക്കാൻ പോവാണോ? ഇല്ല അമ്മേ, ഇതിനകത്ത് ഒരുപാട് മാങ്ങ ഉണ്ട്. കുറച്ച് നിങ്ങളും കൂടെ കഴിക്ക്. ചില്ലുവിന്റെ അമ്മയും മാമ്പഴങ്ങൾ കഴിക്കുവാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു നേരം കൊണ്ട് 2 പേരുടെയും വയറ് നല്ലപോലെ നിറഞ്ഞു. ആ മതി മതി, ഇതിൽ കൂടുതൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. ആ, എനിക്കും പറ്റില്ല. അല്ല അമ്മേ, ഈ മാങ്ങ വെച്ച് എന്താ ചെയ്യാൻ പോകുന്നേ? എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ അച്ഛനും ഇവിടെ ഇല്ലല്ലോ. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മാങ്ങ എല്ലാം മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് കാശുണ്ടാക്കിയേനെ. അതിന് അച്ഛൻ ഇവിടെ ഇരിക്കണമെന്നൊന്നും ഇല്ലല്ലോ അമ്മേ. ഞാൻ തന്നെ കൊണ്ടുപോയി ഇത് വിറ്റ് കാശാക്കാം. നീ ഒരു കുഞ്ഞു ചെറുക്കനല്ലേ, നീ എങ്ങനാ ഇത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നത്? അത് മാത്രമല്ല, കാട്ടിനകത്ത് കള്ളന്മാരും കാണും. അമ്മേ, ഞാൻ എല്ലാ കള്ളന്മാരുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടാം. ശരി അമ്മേ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞാൻ ഈ പഴമെല്ലാം വിറ്റ് കാശാക്കാം. വികൃതിക്കാരനായ ചില്ലു ആ മാമ്പഴങ്ങളൊക്കെ എടുത്തുകൊണ്ട് മാർക്കറ്റിലേക്ക് പോയി. പക്ഷേ അവന്റെ അമ്മ പറഞ്ഞതുപോലെ തന്നെ കാട്ടിൽ 2 കള്ളന്മാർ നിപ്പുണ്ടായിരുന്നു. കിടന്നോളൂ കള്ളരാജാവേ, കിടന്നോളൂ. കിടന്ന് റെസ്റ്റ് എടുക്കൂ. നീ എന്നെ ഓർഡർ ചെയ്യുന്നു? അത്രയ്ക്ക് ധൈര്യമോ നിനക്ക്? അതല്ല പ്രഭു, ഞാൻ അങ്ങയുടെ നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞത്. എന്റെ നല്ലതിന് വേണ്ടിയോ? നിനക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ടാണോ? ഗുരുവേ, അങ്ങോട്ട് നോക്കൂ. നിങ്ങൾക്ക് നല്ലൊരു ഇരയാണ് കിട്ടിയിരിക്കുന്നത്. ചില്ലു അങ്ങോട്ട് വരുന്നത് കണ്ടപ്പോ മോട്ടു രാമുവും ഗട്ടുവും എഴുന്നേറ്റ് നിന്നു. ഈശ്വര, ഞാനിപ്പോ എന്താ ചെയ്യാ? എന്റെ ഭാര്യയും പിള്ളേരും ഒരാഴ്ചയായിട്ട് ഒരു സാധനം കഴിക്കാതെ വിശപ്പോടെ ഇരിക്കുകയാണ്. ഞാനിപ്പോ എന്താ ചെയ്യാ? അയ്യോ എന്റെ ഗുരുവേ, നിങ്ങളൊന്ന് കരയാതിരിക്കൂ. ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. തീർച്ചയായും അതിനൊരാൾ വരും. ഞാൻ നിങ്ങളെ എങ്ങനെയെങ്കിലും സഹായിക്കണോ? നീ
ഞങ്ങൾക്ക് കുറച്ച് മാമ്പഴം തരുവോ, കഴിക്കുവാൻ തരുവോ, പറ. ചില്ലു വളരെ ബുദ്ധിമാനാണ്. അവൻ ആലോചിക്കുവാൻ തുടങ്ങി. അങ്കിൾ, ഞാൻ നിങ്ങളെ ശരിക്കും ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നിങ്ങൾക്ക് ശരിക്കും ഒരു സ്വർണ്ണ നാണയം തരാമെന്നാ വിചാരിച്ചത്. ആ, ശരിക്കും നിന്റെ അടുത്ത് സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ നിങ്ങൾക്ക് സ്വർണ്ണ നാണയം വാങ്ങിത്തരാം. അതെങ്ങനെ? ഞാൻ ഈ മാങ്ങ എല്ലാം മാർക്കറ്റിൽ വിൽക്കാൻ കൊണ്ടുപോവാണ്. അവിടെ ഇതിനെ വിറ്റാൽ സ്വർണ്ണ നാണയമാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് തരാം. മാമ്പഴത്തിന് പകരം നിനക്കാരാണ് സ്വർണ്ണ നാണയങ്ങൾ തരിക? എന്റെ കൂടെ വരൂ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ നിങ്ങള് ഈ മാങ്ങയുടെ കൊട്ട തലയിൽ വെച്ചിട്ട് എന്റെ കൂടെ മാർക്കറ്റ് വരെ ഒന്ന് വരണം. കാരണം ഞാൻ ഒരു കുഞ്ഞു ചെറുക്കനല്ലേ. ഇത്രയും ഭാരമുള്ള കൊട്ട എനിക്ക് ചുമക്കാൻ പറ്റില്ലല്ലോ. ഈ കൊട്ട നിങ്ങൾ കൊണ്ടുവന്ന ആ സ്വർണ്ണ നാണയമല്ല നിങ്ങൾക്ക് തന്നെ. എടാ ഗട്ടു, ആ കൊട്ടയെടുത്ത് നിന്റെ തലയിലോട്ട് വെക്കടാ. അതെ ഗുരു, ഞാൻ എന്തിനാ കൊട്ടയെടുത്ത് തലയിൽ വെക്കുന്നത്? സ്വർണ്ണ നാണയങ്ങൾ നിങ്ങൾക്കല്ലേ കിട്ടാൻ പോകുന്നത്. നീ എന്നോട് എതിർത്ത് സംസാരിക്കുന്നു? ആ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ? വിട്ടേക്കു ഗുരു, വിട്ടേക്കു. ഞാൻ എടുത്തോളാം. അങ്ങനെ ഗട്ടുവും കൊട്ടയും എടുത്ത് നടക്കാൻ തുടങ്ങി. ആ 3 പേരും മാർക്കറ്റിലേക്ക് നടന്നു. മാർക്കറ്റിലെത്തിയ ഉടൻ ആ 3 പേരും ഒരു സ്ഥലത്ത് ചെന്നിരുന്നു. മാമ്പഴം, മാമ്പഴം, സ്വർണ്ണ മാമ്പഴം, സ്വർണ്ണ മാമ്പഴം. വാ അമ്മേ വാ. ഇതിന് നിങ്ങൾ എത്ര വില കൊടുത്താലും അത് വളരെ കുറവാണ്. സ്വർണ്ണ മാമ്പഴം, സ്വർണ്ണ മാമ്പഴം. മാമ്പഴം വാങ്ങിച്ചോളൂ. ചില്ലുവിന്റെ ശബ്ദം കേട്ട ഒരു ബ്രാഹ്മണൻ, വരൂ ബ്രാഹ്മണരെ വരൂ, ഈ അതിശയ മാമ്പഴം ഒന്ന് വാങ്ങിക്കൂ. അങ്ങനെ എന്ത് അതിശയമാണ് ഈ മാമ്പഴത്തിലുള്ളത്? ഇത് സാധാരണ മാമ്പഴമല്ലേ കുട്ടി? നീ ഇത് മുഴുവനും എനിക്ക് ദാനമായിട്ടാണ് തരേണ്ടത് കുട്ടി. സ്വാമി, ഇതെനിക്ക് ദാനം തരാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഇത് നിങ്ങൾക്ക് ദാനമായിട്ട് തന്നെ തന്നേനെ. പക്ഷേ ഈ അതിശയ മാമ്പഴത്തിനകത്ത് ഒരു രഹസ്യമുണ്ട്. ഈ മാമ്പഴത്തിന്റെ മരം ഒരു ദിവസത്തിൽ തന്നെ വലുതായി. അത് മാത്രമല്ല, ഈ മാമ്പഴം എല്ലാം ആ മാവേ തന്നെയാണ് കായ്ച്ചത്. നിങ്ങൾക്ക് ഇനിയൊരു കാര്യം അറിയാമോ? 2 ആഴ്ച മുമ്പെയാണ് ഞാൻ ഈ മാമ്പഴം എല്ലാം പറിച്ചെടുത്തത്. പക്ഷേ അത് ഇതുവരെ കേടായില്ല. കണ്ടില്ലേ? ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാ, നിങ്ങള് മഹാരാജാവിനെ ഈ പഴങ്ങളെല്ലാം കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. പക്ഷേ ഞാൻ ഒരു കൊച്ചു കുട്ടിയല്ലേ. മഹാരാജാവിന്റെ അടുത്തേക്ക് എനിക്ക് എങ്ങനെയാ ഇതെല്ലാം കൊണ്ടുപോകാൻ പറ്റുക? അതുകൊണ്ടാണ് ഇതിനെ വിൽക്കുന്നത്. ഇപ്പോഴീ മാമ്പഴങ്ങളൊക്കെ ഞാൻ ഇവന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ട് മഹാരാജാവിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്താൽ വളരെ നന്നായിട്ടുണ്ടാവും. എത്രയാ ഈ മാമ്പഴത്തിന്റെ ഒക്കെ വില? ഈ മൊത്തം മാമ്പഴത്തിന്റെ വില 30 സ്വർണ്ണ നാണയങ്ങൾ. ഇത് കുറച്ച് കൂടുതലാണെന്നാണല്ലോ തോന്നുന്നത്. എന്നാലും രാജാവ് തരുന്നത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവ് തന്നെയാണ്. ശരി, എന്നാൽ ഇന്ന് വാങ്ങിച്ചോളൂ. മോട്ടുരാമുവും ഗട്ടുവും ചില്ലുവിന്റെ ബുദ്ധിസാമർഥ്യം കണ്ട് ഒരുപാട് ആശ്ചര്യപ്പെട്ടു. അതിനുശേഷം 3 പേരും ചേർന്ന് ആ സ്വർണ്ണ നാണയങ്ങൾ പങ്കിട്ടെടുത്തു. 10 നിനക്ക്, 10 എനിക്ക്, 10 എണ്ണം നിനക്ക്. ഇല്ല ഇല്ല ഇല്ല, നിങ്ങൾ 2 പേര് തമ്മിൽ ഏറ്റവും കൂടുതൽ ബലശാലി ആരാ നോക്കിയതാ. ആ സ്വർണ്ണ നാണയം അവർക്കാ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തന്നേര്. ഗുരു, ഞാൻ നിങ്ങളെക്കാളും ബലശാലിയാണ്, അറിയോ? ആണോ? എന്നാ വാങ്ങിച്ചോളൂ. അങ്ങനെ അവർ 2 പേരും ചേർന്ന് ഭയങ്കര യുദ്ധം തുടങ്ങി. ബുദ്ധിയുള്ള ചില്ലുവോ സ്വർണ്ണ നാണയങ്ങളും കൊണ്ട് അവന്റെ പാട്ടിന് പോയി. സോണു ഒരു പഴയ സാധനങ്ങൾ വാങ്ങിക്കുന്നവനാണ്. അവൻ വീടുകൾ തോറും ചെന്ന് പഴയ സാധനങ്ങൾ വാങ്ങി വിൽക്കും. അവൻ ഈ ജോലി ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. എല്ലാരും നല്ല വസ്ത്രങ്ങളാണോ ഇടുന്നത്? എന്നാണ് ഞാൻ നല്ല വസ്ത്രം ഇടുന്ന അറിയില്ലല്ലോ. എന്നെ ഇതുപോലെ പഴയ സാധനങ്ങളൊക്കെ പെറുക്കിട്ട് വാ എന്ന് പറയുന്നു. ഒരു ദിവസം കടയിൽ ട്രേയിൽ മാമ്പഴം ഇരിക്കുന്നത് അവൻ കണ്ടു. അവൻ ആ മാമ്പഴം കണ്ടതും അവൻ അത് കഴിക്കാൻ കൊതിയായി. അവൻ ആ വ്യാപാരിയുടെ അടുത്തേക്ക് ചെന്നു. ചേട്ടാ, ഒറ്റൊരു മാമ്പഴം തരുമോ? വല്ലാതെ വിശക്കുന്നുണ്ട്. ഒരു മാമ്പഴം 20 റുപ്യാണ്. 30 റുപ്യ താ. എന്റെ അടുത്ത് പൈസ ഇല്ലല്ലോ. എന്നാ എന്റെ അടുത്ത് മാമ്പഴം ഇല്ല. വയ്ക്കോ, ഇവിടുന്ന് ഓടിക്കോ. ആ കടക്കാരൻ അവനെ ശാസിച്ച് അവിടെ നിന്നും വിരട്ടി വിട്ടു. സോണു ആ മാമ്പഴം വളരെ ആഗ്രഹത്തോടെ നോക്കിയിട്ട് അവിടെ നിന്നും പോയി. അവൻ അങ്ങനെ നടന്ന് അവിടെ നിന്നും ഒരു പാർക്കിനടുത്ത് ചെന്നു. അവിടെ പ്രകാശ്, അനിൽ എന്നു പേരുള്ള 2 കുട്ടികൾ ഇരുന്ന് മാമ്പഴം കഴിക്കുന്നുണ്ടായിരുന്നു. നന്നായിട്ടുണ്ടല്ലേ? എന്റെ അച്ഛൻ ഇപ്രാവശ്യം നല്ല മാമ്പഴമാണ് വാങ്ങിട്ട് വന്നിരിക്കുന്നത്. എടാ അതേടാ, മാമ്പഴം കാണാൻ തന്നെ വളരെ നന്നായിട്ടുണ്ട്. ശരി, എടുക്ക്, വേഗം തന്നെ നമുക്ക് കഴിക്കാം.
ഇതൊന്നും സാധാരണ മാമ്പഴമല്ല, വളരെ വിനോദമായ മാമ്പഴമാണ്. എന്നാ വിലയും കൂടുതലായിട്ടുണ്ടാവല്ലോ. വളരെ കൂടുതലാണ്. എന്റെ അച്ഛൻ ഈ മാമ്പഴം പുറത്തുനിന്നാണ് കൊണ്ടുവന്നത്. എനിക്ക് മാമ്പഴച്ച വളരെ ഇഷ്ടമല്ലേ, അതുകൊണ്ടാണ്. എനിക്ക് മാമ്പഴം കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. എനിക്ക് ഇനി നിൽക്കാൻ പറ്റില്ല. നീ മാമ്പഴം എടുക്ക്, നമുക്ക് കഴിക്കാം. അനിലും പ്രകാശും ആ മാമ്പഴം കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് സോണു അവിടെ ചെന്നു. അവർ രണ്ടുപേരും മാമ്പഴം കഴിക്കുന്നത് കണ്ടിട്ട് സോണുവിന് വീണ്ടും കൊതി വന്നു. ആ പഴയ പേപ്പർ കടക്കാരനെ നോക്ക്, നമ്മൾ മാമ്പഴം കഴിക്കുന്നത് എങ്ങനെ വിറച്ച് നോക്കുന്നുണ്ടല്ലേ. താൻ എന്താടോ ഞങ്ങളെ ഇങ്ങനെ നോക്കുന്നത്? നീ ഇതുവരെ മാമ്പഴം കണ്ടിട്ടില്ലേ? എന്താ എനക്ക് മാങ്ങ വേണോ? സോണു അതേ എന്ന് പറഞ്ഞ് തലയാട്ടി. അവന്റെ നേരെ മാമ്പഴം നീട്ടി. സോണു അത് വാങ്ങിക്കാനായി ശ്രമിച്ചപ്പോൾ ആ മാമ്പഴം പുറകിട്ടെടുത്തു. ആ മാമ്പഴം വാങ്ങിക്കുന്ന ആഗ്രഹത്തിൽ സോണു കാല് തട്ടി താഴെ വീണു. വന്നിട്ടുണ്ട് മാങ്ങ കഴിക്കാൻ വേണ്ടി. എടാ, നിനക്ക് ഉളുപ്പുണ്ടോ? നിനക്ക് അണ്ടി പോലും കഴിക്കാനുള്ള യോഗ്യതയില്ല. എത്ര വില ഉയരുന്ന മാമ്പഴം അറിയോ? ഇതിന്റെ മണം തന്നെ പിടിക്കുന്ന വലിയ കാര്യാ. നീ ഓടിക്കോ. പ്രകാശും അനിലും അവനെ നോക്കി ചിരിച്ചു. സോണു വളരെ വിഷമത്തോടെ അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. തോളിൽ ആ പഴയ ചാക്കുമൂട്ടയും ചുമന്നുകൊണ്ട് പോയി. അവൻ അതുവഴി പോകുമ്പോൾ ഒരു വയസ്സായ സ്വാമിജി തറയിൽ മയങ്ങി വീണു കിടക്കുന്നത് അവൻ കണ്ടു. അദ്ദേഹത്തെ കണ്ടതും അവൻ ഓടി അദ്ദേഹത്തിനടുത്തേക്ക് ചെന്നു. സ്വാമിജി, എന്തു പറ്റി നിങ്ങൾക്ക്? എന്താ നിങ്ങൾ മയങ്ങി കിടക്കുന്നത്? ഇദ്ദേഹത്തിന് ഞാൻ വെള്ളം കൊടുക്കണമല്ലോ. സോണു അവിടെ നിന്നും ഓടിച്ചെന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന നദിയിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് വന്നു. ആ വെള്ളം സ്വാമിജിയുടെ മുഖത്തിലേക്ക് തെളിച്ചു. അപ്പോഴാണ് ആ സ്വാമിജി കണ്ണു തുറന്നു നോക്കിയത്. സോണു തന്റെ അടുത്തിരിക്കുന്നത് കണ്ടിട്ട് ആ സ്വാമിജി പറഞ്ഞു, ആരാണ് മോനെ നീ? ഇവിടെ നീ എന്തു ചെയ്യാണ്? ഞാൻ എങ്ങനെയാ ഇവിടെ മയങ്ങി കിടക്കുന്നത്? എനിക്കൊന്നും ഓർമ്മയില്ല മോനെ. സ്വാമിജി, ഈ ഭയങ്കര വെയിൽ കൊണ്ടാണ് നിങ്ങൾ ഇവിടെ മയങ്ങി കിടക്കുന്നത്. ഞാൻ അടുത്തുള്ള നദിയിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് നിങ്ങൾ എടുത്തിട്ടത്. പിന്നെ കുടിക്കാനും തന്നു. അതിനുശേഷമാണ് നിങ്ങൾ കണ്ണു തുറന്നു നോക്കിയത്. നിനക്ക് വളരെ വളരെ നന്ദിയുണ്ട് മോനെ. നീ എന്നെ ഇത്രയും നോക്കിയല്ലോ. സ്വാമിജി, അതെന്റെ കടമയാണ്. അത് ശരി, നീ എന്താ ഇത്ര ശോകമായിട്ടുള്ളത്? നിന്നെ ആരെങ്കിലും വല്ലതും പറഞ്ഞോ മോനെ? സോണു ആ സ്വാമിജിയോട് നടന്നതൊക്കെ പറഞ്ഞു. പിന്നീട് അവൻ തനിക്ക് മാമ്പഴം വേണമെന്ന ആഗ്രഹം അദ്ദേഹത്തോട് പറഞ്ഞു. സ്വാമിജി സോണു പറഞ്ഞതെല്ലാം കേട്ടിട്ട് അവനെ സമാധാനിപ്പിച്ചിട്ട് അവനോട് പറഞ്ഞു, സോനു, നീ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ നിനക്ക് ഈ കമണ്ടലം തരാം മോനെ. ഇതിലിരുന്നാണ് മാമ്പഴം ചാറ് വരാറ്. നീ എത്ര പ്രാവശ്യം ചായക്കുന്നുണ്ടോ അത്രയും പ്രാവശ്യം മാമ്പഴം ചാറ് വരും. നിനക്ക് എത്ര പ്രാവശ്യം ആയാലും എത്ര വേണമെങ്കിലും നിനക്ക് മാമ്പഴം ചാറ് കുടിക്കാൻ പറ്റും. സ്വാമിജി സോണിന്റെ കയ്യിൽ ആ കമണ്ഡലം കൊടുത്തു. കമണ്ഡലം കിട്ടിയതും സോണുവിന് ഒരുപാട് സന്തോഷമായി. പിന്നെ തന്റെ ആഗ്രഹം തീരുന്നതുവരെ അവൻ മാമ്പഴ ജ്യൂസ് കുടിച്ചു. അവൻ മാത്രം കുടിക്കാതെ തന്നോടൊപ്പമുള്ള പാവപ്പെട്ടവർ എല്ലാവർക്കും അവൻ ആ ജ്യൂസ് നൽകി. അവർക്കെല്ലാവർക്കും സന്തോഷമായി. ഒരു ദിവസം സോണു കമണ്ഡലത്തിൽ നിന്നും മാമ്പഴ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അത് തന്റെ കൂട്ടുകാർക്കു നൽകി. അപ്പോൾ അനിലും പ്രകാശും അത് കണ്ടു. പ്രകാശ്, ഇവനാ അണ്ടിച്ചക്കനല്ലേ? ഇവനല്ലേ നമ്മൾ കഴിക്കാൻ ആ മാങ്ങ തരാത്തത്? ഇവനല്ലേ എന്ന് നമ്മൾ അടിച്ച് ഓടിപ്പിച്ചത്? അതേ പഴയ സാധനം വെക്കുന്നവനല്ലേ? ആ, അവൻ തന്നെയാണ്. പക്ഷെ ഇവൻ പേപ്പർ പെറുക്കുന്നവനല്ലേ? ഇവന് എങ്ങനെയാണ് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള മാമ്പഴം ജ്യൂസ് കിട്ടിയത്? അതും ഇത്രയും മാമ്പഴം ജ്യൂസ് അത് ഇവൻ മറ്റുള്ളവർക്കും കൊടുക്കുന്നുണ്ടല്ലോ. ഇത് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ മോനെ. അനിലും പ്രകാശും കള്ളത്തരമായി ഒളിച്ചു നിന്ന് നോക്കി. കമണ്ഡലത്തിന്റെ മാമ്പഴ രഹസ്യം അവർക്ക് മനസ്സിലായി. അങ്ങനെയാണോ? അവന്റെ അടുത്തുള്ള മാമ്പഴ ജ്യൂസിന്റെ രഹസ്യം അതാണോ? ഈ കമണ്ഡലം നമുക്കങ്ങ് അടിച്ചു മാറ്റിയാലോ? പിന്നെ ഇവൻ എങ്ങനെയാ മാമ്പഴം ജ്യൂസ് കുടിക്കുന്നത് നമുക്ക് കാണാലോ. അനിലും പ്രകാശും സോണുന്റെ കണ്ണ് തെറ്റിച്ച് ആ കമണ്ഡലം മോഷ്ടിച്ചു. എന്നിട്ട് മലയുടെ മുകളിൽ ചെന്ന് ഒളിച്ചിരുന്നു. അവിടെ ചെന്നതും അവർ രണ്ടുപേർക്കും ഇടയിൽ തർക്കമായി. അതായത് അതിലുള്ള മാമ്പഴ ജ്യൂസ് ആർക്കാണ് സ്വന്തമെന്ന്. താ പ്രകാശ്, ആ കമണ്ഡലം താ. അതിലുള്ള മാമ്പഴ ജ്യൂസ് നമുക്ക് കുടിക്കാം. കമണ്ഡലം ഞാൻ തരണം. എന്റെ കയ്യിൽ കമണ്ഡലം ഉണ്ടെങ്കിൽ അതിലുള്ള ജ്യൂസ് ഞാനാണ് കുടിക്കുക. എന്താ മനസ്സിലായോ? ഇല്ല, കമണ്ഡലത്തിലുള്ള മാമ്പഴ ജ്യൂസ് ഞാനാണ് കുടിക്കാൻ പോകുന്നത്. എവിടെ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വാങ്ങി നോക്ക്. മാമ്പഴം ജ്യൂസുള്ള കമണ്ഡലം ഇപ്പൊ എന്റെ കയ്യിലാണ് ഉള്ളത്. ഈ കമണ്ഡലം കക്കാൻ ഞാനാണ് കഷ്ടപ്പെട്ടത്. അത് മാത്രമല്ലാതെ ഇതിലുള്ള ജ്യൂസൊക്കെ എനിക്കാണ്. ഞാൻ വേണേ ഇത്ര ബാക്കി ഉണ്ടെങ്കിൽ തരാം.
പ്രകാശും അനിലും ആ കമണ്ഡലത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന കമണ്ഡലം വഴുതി താഴേക്ക് വീണു. പിന്നെ മാമ്പഴ ജ്യൂസ് താഴെ എല്ലാം പോയി. എത്ര പ്രാവശ്യമാണോ ആ കമണ്ഡലം മലയിൽ ഇടിപെടുന്നത്, അത്രയും പ്രാവശ്യം അതിൽ നിന്നും മാമ്പഴം ജ്യൂസ് പുറത്തേക്ക് വന്നു. അവിടെ നിന്നും ഒരു മാമ്പഴ ജ്യൂസ് നദി തന്നെ ഉണ്ടായി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കമണ്ടല എന്റെ അടുത്ത് തരാൻ. ഞാൻ ഇതിൽ നിന്ന് മാമ്പഴ ജ്യൂസ് നന്നായിട്ട് എടുത്തേനെ. എല്ലാം നിന്നെ കൊണ്ടാണ് ഇത് എനിക്ക് എടുക്കാൻ പറ്റാതെ കിട്ടിയത്. പിന്നെ ഇത് എത്ര പ്രാവശ്യം മലയിൽ നിന്ന് ഇടി കിട്ടുന്നുണ്ടോ അത്രയും പ്രാവശ്യം മാമ്പഴം ജ്യൂസ് വന്നുകൊണ്ടിരിക്കും. എന്തൊരു കഷ്ടാണല്ലേ, ഇങ്ങനെ തന്നെ വന്നുകൊണ്ടിരുന്നാൽ മാമ്പഴ ജ്യൂസ് നദി തന്നെ. എനിക്കെങ്ങനെ അറിയും ഇത് ഇതുപോലെ നദി പോലെ ഓടുന്ന അറിയില്ലല്ലോ. ഇതൊരു മായമന്ത്രമാണല്ലോ. കുറച്ചു സമയത്തിനകം ആ ഗ്രാമം മൊത്തം മാമ്പഴ ജ്യൂസ് കൊണ്ട് നിറഞ്ഞു. എല്ലാരും ആ മാമ്പഴ ജ്യൂസിൽ നീന്തി നടക്കുകയായിരുന്നു. എല്ലാവരുടെ വീട്ടിനകത്തും മാമ്പഴ ജ്യൂസ് കൊണ്ട് നിറഞ്ഞു. പിന്നെ സോണു ഈ മാമ്പഴ ജ്യൂസ് വെള്ളത്തിനെ കുറിച്ച് കേട്ടതും തന്നെ അവൻ ഉടൻ തന്നെ ആ കമണ്ഡലത്തിനെ തേടി പോകാൻ തുടങ്ങി. ആ വെള്ളം പോകുന്ന വഴിയിൽ കൂടെ പോയി അവൻ ആ കമണ്ഡലത്തിനടുത്തേക്ക് ചെന്നു. ഈ കമണ്ടത്തിലുള്ള മാമ്പഴം ജ്യൂസ് ഒരു വെള്ളം പോലെ വന്നല്ലോ. ഇത് ഞാൻ എങ്ങനെയെങ്കിലും നിർത്തിയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഈ ഗ്രാമം മുഴുവൻ മുഴുങ്ങിപ്പോവും. സോണു ആ കമണ്ഡലം തന്റെ കയ്യിൽ എടുത്തു. എന്നിട്ട് കമണ്ഡലത്തിനോട് പറഞ്ഞു, കമണ്ടലമേ, ഈ മാമ്പഴ ജ്യൂസൊക്കെ നീ തന്നെ തിരിച്ച് എടുത്തോളണം. ഇതുപോലെ നീ മാമ്പഴം ജ്യൂസ് ഇങ്ങനെ തന്നോണ്ടേയിരുന്നാൽ പിന്നെ ഈ ലോകം മുഴുവനും മാമ്പഴം ജ്യൂസുകളിൽ മുഴുങ്ങിപ്പോവും. ഞാൻ നിന്റെ അടുത്ത് അപേക്ഷിക്കുകയാണ്, ഈ മാമ്പഴ ജ്യൂസൊക്കെ നീ തിരിച്ചെടുത്തോളണം. ആ കമണ്ഡലം തന്റെ അകത്തേക്ക് മാമ്പഴ ജ്യൂസ് മൊത്തം വലിച്ചെടുത്തു. പിന്നെ എല്ലാം തന്നെ വീണ്ടും പഴയതുപോലെ ആയി. പിന്നീട് സോണു ആ കമണ്ഡലം എടുത്തുകൊണ്ട് അതേ സ്വാമിജിയെ കാണാൻ ചെന്നു. സ്വാമിജി, ഇനി ഈ കമണ്ടലം ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഈ കമണ്ടലം കൊണ്ടാണ് മാമ്പഴം ജ്യൂസിന്റെ നദി തന്നെ ഓടിയത്. ഞാൻ ചോദിച്ചത് കുറച്ച് മാമ്പഴം ജ്യൂസേ ഉള്ളൂ. ഈ കമണ്ടലം മാമ്പഴം ജ്യൂസ് കൊണ്ട് ഇനി ഒരു പ്രശ്നവും വരാൻ പാടില്ല. ശരി, നിനക്ക് എന്താണ് വേണ്ടത് അത് പറയൂ. സ്വാമിജി, ഞാൻ ഈ കമണ്ടലം നിങ്ങളെടുത്ത് തിരിച്ചു തരാൻ വന്നതാണ്. നിങ്ങൾ ഈ കമണ്ടലം തിരിച്ചു വാങ്ങിക്കൊള്ളണം. ഇതുകൊണ്ട് തിരിച്ച് നമുക്ക് ഒരു പ്രശ്നം വരാൻ പാടില്ല. ശരി മോനെ, ഞാൻ തിരിച്ചു നിന്റെ അടുത്തുനിന്ന് ഈ കമണ്ടലം വാങ്ങിച്ചോളാം. പക്ഷേ നിനക്ക് വീണ്ടും മാമ്പഴം ജ്യൂസ് കുടിക്കണമെന്ന് ആഗ്രഹം വന്നാൽ നീ ധാരാളമായിട്ട് എൻ്റെ അടുത്ത് വരാം. ഞാൻ ഈ കമണ്ടലം കൊണ്ട് നിനക്ക് ധാരാളമായിട്ട് മാമ്പഴം ജ്യൂസ് തരാം, അണ്ടിയില്ലാതെ. ശരി സ്വാമിജി, പിന്നെയും എനിക്ക് മാമ്പഴം ജ്യൂസ് കുടിക്കാൻ ആഗ്രഹം വന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെടുത്ത് വരാം. പക്ഷേ ഈ കമണ്ടലം മൂലമായിട്ട് ഞാൻ മാമ്പഴം ജ്യൂസ് ചോദിക്കില്ല. കാരണം അമൃതം കൂടിയാലും വിഷമല്ലേ. കാരണം ഏതിലും നമ്മൾ ആഗ്രഹിച്ചാലും അത് നമുക്ക് പ്രശ്നത്തിലുണ്ടാക്കുമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്തുണ്ടോ അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ജീവിച്ചോളണം. നിനക്ക് മനസ്സിലായാൽ മതി മോനെ. അത്യാഗ്രഹം വളരെ മോശമായ സാധനമാണ്. അത്യാഗ്രഹം കൊണ്ടാണ് രമേശും അനിലും ഈ കമണ്ടലം മോഷ്ടിച്ചത്. അതൊരു വലിയ പ്രശ്നത്തിലാണ് കൊണ്ടുപോയത്. സോണു സ്വാമിജിയെ വണങ്ങിയിട്ട് ആ സ്ഥലത്തു നിന്നും തിരിച്ചുപോയി. പിന്നെ വീണ്ടും പഴയതുപോലെ പഴയ സാധനങ്ങൾ വാങ്ങിക്കുന്ന ജോലി അവൻ തുടങ്ങി. ഇപ്പോൾ അവൻ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാൽ അപ്പോൾ അവൻ ആ സ്വാമിജിയെ കാണാനായി അവിടേക്ക് പോകും. അദ്ദേഹവും തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് അവൻ ചോദിക്കുന്നതെല്ലാം തന്നെ നൽകും. പക്ഷെ അവൻ ഒരിക്കലും അത്യാഗ്രഹി ആയതേയില്ല. എന്തുകൊണ്ടെന്നാൽ അത്യാഗ്രഹത്തിന്റെ ബലം എന്താണെന്ന് അവന് മനസ്സിലായി. മറുവശത്ത് അനിലും പ്രകാശും നല്ലൊരു പാഠം പഠിച്ചു. ഇപ്പോൾ അവർ ഒരു പാവപ്പെട്ടവരെയും കഷ്ടപ്പെടുത്താറേയില്ല. പിന്നെ അത്യാഗ്രഹവും അവർ കൈവെടിഞ്ഞു.